ടൈപ്സ് ഓഫ് നൗണിന്റെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണ് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. ഒരു വ്യക്തിയുടെ പേരാകാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ സാധനത്തിന്റെ പേരാകാം. പേരിനെ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നു. പ്രോപ്പർ നൗണായ ഈ പേരിനോട് ഇത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ കോമൺ നൗൺ ആയിരിക്കും. റോസ് എന്താണ്? അതൊരു പൂവിന്റെ പേരാണ്. റോസ് എന്ന് പറയുന്നത് ഒരു പൂവാണ്, അല്ലെ? പൂവ്. മുല്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു പൂവാണ്. താമര എന്ന് പറയുന്നത് ഒരു പൂവാണ്. പൂവിന് നമുക്ക് ഫ്ലവർ എന്ന് എഴുതാം. ഈ പൂവിന് നിങ്ങൾ പേരിട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആവും. പൂവിന്റെ ഒരു പേരാണ് റോസ്, പൂവിന്റെ ഒരു പേരാണ് മുല്ല, പൂവിന്റെ ഒരു പേരാണ് താമര. പ്രോപ്പർ നൗണായ പേരിനോട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോമൺ നൗൺ കിട്ടും. കോമൺ നൗണിന് പേരിട്ട് കഴിഞ്ഞാൽ പ്രോപ്പർ നൗണും കിട്ടും. ഇനി കളക്റ്റീവ് നൗൺ എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിച്ചിട്ടാണ് കളക്റ്റീവ് നൗൺ എഴുതുന്നത്. കോമൺ നൗണിന്റെ ബഹുവചനം പ്ലൂറൽ ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളക്റ്റീവ് നൗണ് രൂപീകരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കൂട്ടം പൂക്കൾ എന്ന് ഞാൻ മലയാളത്തിൽ എഴുതുന്നു. പൂവുകളുടെ കൂട്ടത്തെ ഞാൻ ഒരു കൂട്ടം പൂക്കൾ എന്ന് എഴുതുകയാണ്. ഇവിടെ ഒരു കൂട്ടം എന്നുള്ളതാണ് കളക്റ്റീവ് നൗണ്. പൂക്കൾ എന്ന് പറയുന്നത് കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോമാണ്. അപ്പൊ ഇതിന് ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ എഴുതാം? പൂക്കളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? എ ബഞ്ച് എന്ന് പറയാം. അപ്പൊ കളക്റ്റീവ് നൗൺ നമ്മൾ എഴുതി എ ബഞ്ച്. അതിനുശേഷം ഓഫ് എഴുതണം. പിന്നീട് പ്ലൂറൽ ഫോം ഓഫ് കോമൺ നൗൺ. ഈ കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം എഴുതണം. ഇവിടെ കോമൺ നൗൺ ഏതാണ്? ഫ്ലവർ ആണ്. ഫ്ലവറിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ വരും എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വന്നു. അതേപോലെ പൂക്കളുടെ കൂട്ടത്തെ നമ്മൾ എ ഗാർലൻഡ് എന്നും പറയാറുണ്ട്. എ ഗാർലൻഡ് ഓഫ് കോമൺ നൗണിന്റെ പ്ലൂറൽ ഫോം എഴുതണം. എങ്ങനെ വരും? ഫ്ലവേഴ്സ് എന്ന് വരും. അപ്പൊ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. നൗണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സിനായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക.